നമ്മുടെ തൊട്ട അയൽവാസികളായ പാകിസ്ഥാൻകാരും അഫ്ഗാനിസ്ഥാൻകാരും കൂടെ പുതിയൊരു വാർ എസ്കലേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പോക്കാണെങ്കിൽ വലിയൊരു യുദ്ധം നമ്മുടെ തൊട്ടടുത്ത് സംഭവിക്കും എന്ന് തോന്നുന്നുണ്ട്. ഈ പോക്ക് കണ്ടിട്ട് ഭയങ്കര കാഷ്വാലിറ്റീസ് ഒക്കെയാണ്. പാകിസ്ഥാൻകാർ പറയുന്നത് 200 അഫ്ഗാനിസ്ഥാൻ താലിബാൻകാരനെ കൊന്നു എന്ന് പറയുന്നുണ്ട്. തള്ളായിരിക്കും, ഉറപ്പല്ലേ? അപ്പോൾ അഫ്ഗാനിസ്ഥാൻകാർ പറഞ്ഞു അതൊന്നും ഇല്ല, 9 പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അതേപോലെ അഫ്ഗാനിസ്ഥാൻകാർ പറയുന്നത് 58 പാകിസ്ഥാൻകാരനെ കൊന്നു എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഇതുവരെ കൺഫേം ചെയ്തിരിക്കുന്നത് 23. അപ്പോൾ നല്ല കാഷ്വാലിറ്റീസ് ഉണ്ട്. ഇതാ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കണ്ടില്ല, ഫുള്ള് സീനാണ്. ഇതാ ഈ ഒരു ബോർഡറിൻ്റെ അവിടെ കണ്ടില്ല, മൊത്തം ആകെ ഒരു എസ്കലേഷനിലാണ്. എന്താണ് സംഭവം, പിന്നിൽ എന്തെങ്കിലും കളിയുണ്ടോ, എന്താണ് കാര്യങ്ങൾ നോക്കാം. അതായത് ഈ മാസം ആദ്യം പാകിസ്ഥാൻകാർ TTF എന്ന് പറഞ്ഞിട്ടൊരു തീവ്രവാദി സംഘടനയുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അവർ പാകിസ്ഥാന് എതിരെയാണെന്ന് പറഞ്ഞിട്ട് എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻകാരെ ഒരു തീവ്രവാദി, പിന്നെ അതിൽ വേറെ തീവ്രവാദി ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് അവിടെ. അപ്പോൾ അവർ TTFകാരനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ രാജ്യത്ത് പോയി, കാബൂളിലാണ് അത് ചെയ്തത്. വേറെ രാജ്യത്ത് പോയി എയർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ മിണ്ടാതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്ത്, അഫ്ഗാനിസ്ഥാൻ അതിന് ഒരു റിപ്ലൈ കൊടുത്തു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡർ ഉണ്ട്, ഡ്യൂറൻറ്റ് ലൈനാണ് അതിന് പറയുക. എല്ലാവരും നിരത്തി അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻകാർ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇപ്പം ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ പിന്നിൽ നോക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇതിൻ്റെ പിന്നിൽ കണ്ടുപിടിക്കാൻ. ഒരു ചെറിയൊരു പോസ്റ്റ് വായിച്ചാൽ മതി. നമ്മുടെ ആശാൻ്റെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ബാഡ് തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർക്ക് അവിടെ ഒരു സംഭവം വേണം അഫ്ഗാനിസ്ഥാനിൽ, അത് കൊടുത്തില്ലെങ്കിൽ ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ എന്ന് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ എന്താണ് ട്രംപിന് വേണ്ടത്, എന്താ ഇപ്പം ഇത്ര അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാഗ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർബേസ് ഉണ്ട്. പണ്ട് സോവിയറ്റ് യൂണിയൻകാർ ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നീട് ഈ അമേരിക്ക അങ്ങോട്ട് പോയല്ലോ. അപ്പോൾ ഈ നേറ്റോൻ്റെ അമേരിക്കയുടെ മെയിൻ ഒരു എയർബേസ് ആയിരുന്നു. വലിയ റൺവേ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഭയങ്കര സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ്. ചൈനയുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തും, ചൈനയുടെ തൊട്ടടുത്താണ് ഈ സംഭവം കിടക്കുന്നത്, നോർത്തിലാണ് കിടക്കുന്നത്. അതാണ് ഇവർക്കിപ്പോൾ മടക്കി വേണ്ടത്. പണ്ട് 2021 ഒന്നും വേണ്ട വന്നിട്ട് ഇട്ട് പോയതാണ്. ഇപ്പോൾ മെല്ലെ വന്നിട്ട് പറയുന്നത് ഇത് വേണം. അപ്പോൾ ഈ എയർബേസ് ചോദിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ത് റിപ്ലൈ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർബേസും ഇല്ല, ഒരു തേങ്ങയില്ല, പൊടേ എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ പറഞ്ഞു വെച്ചു. വേണമെങ്കിൽ ഞങ്ങൾ 20 കൊല്ലം ഇനിയും യുദ്ധം ചെയ്യുക, ഒരു തുള്ളി മണ്ണ് തരാൻ പറ്റില്ല എന്ന് അങ്ങോട്ട് വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഇഫ് യു ക്യാൻ കണക്ട് ദ ഡോട്ട്സ് നമുക്ക് കാര്യം മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്ന്.